ജോൺ അബ്രാമിന്റെ ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് നല്ല പടങ്ങൾ ഒന്നാണ് ഈ മെഡ്രാസ് കഫേ, ബട്ട്ല ഹൗസ് ഒക്കെ. അതേ മൂഡിലൊരു റിയലിസ്റ്റിക് സ്പൈ ത്രില്ലറാണ് ടെഹ്റാൻ. അതിപ്പോ സി5 സ്ട്രീമിംഗ് ആണ്. ഫാസ്റ്റ് പേസ് സംഭവം എന്ന് പ്രതീക്ഷിക്കരുത്. വളരെ സ്ലോ പേസിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞൊരു മലയാളം സിനിമയുണ്ട് ആസിഫ് അലിയുടെ. അതൊരു എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ മാത്രമല്ല, അത്രയും സ്ലോ ഡോക്യുമെന്ററി ടൈപ്പ് ഒന്നുമല്ല. ഈ സിനിമ ഇതിൽ കുറച്ചുകൂടെ എൻഗേജിങ് എലമെന്റ്സ് ഉണ്ട്. എനിക്ക് സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇമോഷണൽ കണക്ഷനും പഞ്ചൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ സ്ലോ, ഓൺ ടു ദ മാർക്ക്, റിയലിസ്റ്റിക് ആണ് കഥ പറഞ്ഞെങ്കിൽ പോലും ഇവിടെ ക്യാമറമാൻ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. ഇതില് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചേസ് സീക്വൻസും ആക്ഷൻ സീക്വൻസും ഒക്കെ ഉണ്ട്. അത് നല്ല കിടിലായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. YRF, സ്പൈ യൂണിവേഴ്സ്, ഇവരെ കണ്ട് പഠിക്കണം. അല്ലെങ്കിൽ ഈ ക്യാമറമാൻ അതിലോട്ട് ഹയർ ചെയ്യണം. അത്രയും നൈസ് വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഒരു പുതുമ ഫീൽ ചെയ്തു. അതേപോലെ ഓത്തന്റിക് ലൊക്കേഷൻസ്, CGI പരിപാടി ഒന്നുമില്ല. കറക്റ്റ് ആ ടെഹ്റാനിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് തോന്നുന്നത്. നല്ല ബ്യൂട്ടിഫുൾ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ നല്ലൊരു കാര്യം, ഇതിൽ പാകിസ്ഥാനെ അവരെ വെറുതെ വിട്ടിട്ടുണ്ട്. ഇതിൽ വില്ലന്മാരെ ഇസ്രായേൽ, ഇറാനൊക്കെയാണ്. അത് വേറൊരു ഫ്രഷസ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. 2012 നടന്ന ഒരു ബോംബ് ബ്ലാസ്റ്റിനെ ബേസ് ചെയ്ത ഒരു കഥയാണ്. അത് വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ അരുൺ ഗോപാൽ എന്ന ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. മലയാളിയാന്ന് തോന്നുന്നു. ഏതായാലും പണി അറിയുന്ന ഒരാൾ തന്നെയാണ്. ജോൺ അബ്രാമിന്റെ പെർഫോമൻസ് വളരെ നീറ്റായിരുന്നു. വളരെ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാനുഷ് ചില്ലറിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആയിരുന്നെങ്കിൽ പോലും വലിയ ഫോക്കസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൽ കുറച്ച് ഇസ്രായേൽ ആർട്ടിസ്റ്റും ഇറാൻ ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ട്. അവർ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തായിരുന്നു. അത് വേറെ നല്ലൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയായിരുന്നു. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിലൊരു അറബ് പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ നിങ്ങൾക്ക് മദ്രാസ് കഫേ, ബട്ട്ല ഹൗസ് എന്നിങ്ങനത്തെ റിയലിസ്റ്റിക് സ്പൈ ത്രില്ലേഴ്സ് നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ടീ ആണെങ്കിൽ പ്ലീസ് ട്രൈ ദിസ് മൂവി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. കണ്ടു നോക്കുക. സി5 സ്ട്രീമിംഗ് ആണ്.